നമസ്കാരം. പ്രഭാസ് നായകനായ ബാഹുബലി എന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ ദൃശ്യമികവ് ഇപ്പോഴും അത്ഭുതത്തോടെയാണ് സിനിമാ പ്രേമികൾ കാണുന്നത്. 2015 ഇറങ്ങിയ ബാഹുബലി തിയേറ്ററിൽ സമ്മാനിച്ച ദൃശ്യവിരുന്ന് പ്രേക്ഷകർ ഇപ്പോഴും മറക്കാനിടയില്ല. ബോളിവുഡിനേക്കാൾ മികവിൽ ഇതിഹാസ ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ദക്ഷിണേഷ്യൻ ചലച്ചിത്ര പ്രവർത്തകരുടെ മികവിന് വലിയ പ്രശംസ ലഭിക്കുകയും ചെയ്തു. രാജ്യത്താകെ ഇളക്കിമറിച്ച വിജയമായിരുന്നു SS രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലിയുടേത്. 2015 ബാഹുബലി ദി ബിഗിനിങ് ഇറങ്ങിയത്. 2017 ബാഹുബലി ദി കൺക്ലൂഷനും. രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു. ലോകത്തെമ്പാടുമായി 2460 കോടിയിലധികം രൂപയാണ് രണ്ട് ചിത്രങ്ങളും നേടിയത്. ബാഹുബലി ദി ബിഗിനിങ് 10 വർഷം ആഘോഷിക്കുന്നതിനായി 2025 ഒക്ടോബറിൽ ഗംഭീര റീ റിലീസ് നടത്താൻ നിർമ്മാതാക്കൾ പദ്ധതിയിടുന്നുണ്ട്. എന്നാൽ ഇത്തവണ ഒരു ടെസ്റ്റ് ഉണ്ട്. രണ്ട് സിനിമകളിലെയും ഏറ്റവും മികച്ചതും പ്രധാനപ്പെട്ടതുമായ രംഗങ്ങൾ ഒരു സിനിമയായി സംയോജിപ്പിച്ചാണ് ഇത്തവണ തിയേറ്ററിലെത്തുന്നത്. ആരാധകർക്ക് ഒറ്റയിരുപ്പിൽ മുഴുവൻ കഥയും പുതിയൊരു അനുഭവത്തോടെ ആസ്വദിക്കാൻ കഴിയും. പ്രഭാസ്, അനുഷ്ക, തമന്ന റാണ, ദഗുപതി, രമ്യ കൃഷ്ണൻ, സത്യരാജ് തുടങ്ങിയവരെ അണിനിരത്തി രണ്ട് ഭാഗങ്ങളിലായി പുറത്തിറങ്ങിയ ചിത്രം വലിയ വിജയമാണ് നേടിയത്. നേരത്തെ ബാഹുബലിക്ക് മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന തരത്തിൽ സംവിധായകൻ രാജമൗലിയും സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ ബാഹുബലിക്ക് ശേഷം RRR എന്ന ബ്രഹ്മാണ്ഡ ചിത്രവും ദൃശ്യവിസ്മയങ്ങളുടെ ഒരു പൂരക്കാഴ്ചയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. ബാഹുബലിയേക്കാൾ മികവുറ്റ ഗ്രാഫിക്സും ലൊക്കേഷൻ സെറ്റുകളുമായിരുന്നു RRRന്റേത്. ഇത്തരം ഇതിഹാസ ഫാന്റസി ചിത്രങ്ങൾക്കായി എത്ര തുക മുടക്കാനും മടിയില്ലാത്ത നിർമ്മാതാക്കളാണ് ഇന്നുള്ളത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബാഹുബലിയും RRRനെയും ഒക്കെ ബഹുദൂരം പിന്നിലാക്കുന്ന ഒരു സിനിമയുടെ വിശേഷങ്ങളാണ്. ബാഹുബലി, രാമായണം, RRR എന്നീ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് സെറ്റുകൾ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ അതിനെല്ലാം പിന്നിലാക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ ചിത്രീകരണ വിശേഷങ്ങളാണ് പുറത്തുവരുന്നത്. 50 കോടിയോളം രൂപ ചെലവിട്ടാണ് ഈ ബ്രഹ്മാണ്ഡ സിനിമയുടെ സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഷൂട്ടിംഗ് സെറ്റ് SS രാജമൗലി സംവിധാനം ചെയ്യുന്ന ചിത്രമായ SSMB29 എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഈ കൂറ്റൻ സെറ്റ് നിർമ്മിക്കുന്നത്. ഹൈദരാബാദിൽ 50 കോടിയോളം രൂപ ചെലവിട്ട് വാരണാസി അതേപടി പുനർനിർമ്മിച്ചിരിക്കുകയാണ്. VFX അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിൽ പോലും സിനിമയ്ക്ക് ആധികാരികത തോന്നാനാണ് ഇത്രയും കോടികൾ ചെലവിട്ട് സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഫാന്റസി, ആക്ഷൻ, അഡ്വഞ്ചർ ചിത്രത്തിൽ അഭിനയിക്കുന്നത് മഹേഷ് ബാബുവും ഹോളിവുഡ് നടി പ്രിയങ്ക ചോപ്രയുമാണ്. ഈ ചിത്രത്തിന്റെ കുറെ ഭാഗങ്ങൾ പൗരാണിക നഗരമായ വാരണാസിയിലാണ് നടക്കുന്നത്. എന്നാൽ വാരണാസിയിൽ സുഗമമായ ചിത്രീകരണം നടക്കാത്തതിനാൽ ഹൈദരാബാദിൽ വാരണാസി അതേപടി പുനഃസൃഷ്ടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്ഷേത്രങ്ങൾ അടക്കമുള്ള പുരാതന നിർമ്മിതികൾ ഒക്കെ അതേ മിഴിവോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഐഡിൽ ചോർന്ന ചില ചിത്രങ്ങൾ ഈ റിപ്പോർട്ടുകളെ സാധൂകരിക്കുന്നതാണ്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തുകയാണ് ഈ സെറ്റിനായി മുടക്കിയിരിക്കുന്നത്. ബാഹുബലി, ഹീരോ മണ്ടി, തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ തുടങ്ങിയ ചിത്രങ്ങളുടെ സെറ്റുകൾക്ക് 15 മുതൽ 20 കോടി രൂപ വരെയാണ് ചെലവഴിച്ചത്.